റാം നാരായൺ റാം. ഭൂമിയിൽ നിരവധി മതങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഏത് മതമാണ് അനുഗമിക്കേണ്ടതെന്ന് മനസ്സിലാകാത്തത്. ഭൂമിയിൽ ജീവിക്കുന്ന 800 കോടി ആളുകൾക്കു മാത്രം ആലോചിക്കേണ്ടത് ഇങ്ങനെ അധികം മതങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ആരാണ് പറഞ്ഞത് ഇവയാണ് ഹിന്ദുക്കളുടെ ദേവന്മാർ, ഇവയാണ് മുസ്ലിങ്ങളുടെ ദൈവങ്ങൾ എന്ന്? ഭൂമിയിലെ വായിച്ചു പഠിച്ച ആളുകൾ പോലും മതത്തെക്കുറിച്ച് വിവേകമുള്ളവരല്ല. അവർക്ക് വിവേകമുള്ളവരാകാനും താൽപ്പര്യമില്ല. അവർ വിവേകമുള്ളവരായാൽ അവരെ സത്യധർമ്മം എന്താണ് എന്ന് മനസ്സിലാകും. ഒരു മനുഷ്യൻ എളുപ്പത്തിൽ മറ്റൊരാളുടെ പറയുന്നതിൽ ഭ്രാന്താകുന്നു. ഉദാഹരണത്തിന്, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി പുതിയ പദ്ധതികളുടെ പേര് പറഞ്ഞ് ആളുകളെ ആകർഷിക്കുമ്പോൾ ആളുടെ വിലപ്പെട്ട വോട്ട് ആലോചിക്കാതെ അവർക്ക് കൊടുക്കുന്നു. എന്നാൽ വോട്ട് ചെയ്യുന്നതിന് മുൻപ് ആൾ ആലോചിക്കണം ഏത് പാർട്ടിയാണ് ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുക. പ്രതിയൊരു വ്യക്തിയുടെയും ശരീരം 5 മൂലഘടകങ്ങളാൽ നിർമ്മിതമാണ്: ആകാശം, വെള്ളം, വായു, തീയും ഭൂമിയും. ഭൂമിയിൽ ജനിച്ച ശേഷം മനുഷ്യൻ ഈ ഘടകങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ വിദ്യാഭ്യാസം, മതം, ഭരണഘടന തുടങ്ങിയവ എല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചവയാണ്. ജാതിവാദം എന്താണ്? ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും മനുഷ്യരായി ജനിക്കുന്നു. എല്ലാവരുടെയും രക്തം ചുവപ്പാണ്. പക്ഷേ ആളുകൾ തമ്മിൽ ഭേദാഭേദങ്ങൾ കാണിക്കുന്നു. ജാതിയുടെ പേരിൽ ആളുകളെ വഞ്ചിക്കുന്നു. മതത്തിൻ്റെ പേരിൽ ആളുകളെ വിഭജിക്കുന്നു. ആളുകൾ ജാഗ്രതയോടെ ഇരിക്കണം. ശരിയും തെറ്റും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ അവർ പഠിക്കണം. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയുടെ പുരോഗതി വേഗത്തിലായി. ഈ ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിച്ച ഭരണഘടന മാത്രം മതിയാകില്ല, പ്രകൃതിയുടെ ഭരണഘടനയും ഉണ്ടാകണം.